ഈ കുട്ടി ഇവന്റെ ദേഹത്തേക്ക് വെള്ളം എടുത്തൊഴിക്കുന്നു. ഇവനുടനെ ആ കുട്ടിയുടെ നേരെ കല്ലെറിയാൻ തുടങ്ങുന്നു. ആ കുട്ടി വേറെ വഴിയില്ലാതെ കമ്പാർട്ട്മെന്റിന് മുകളിൽ കമിഴ്ന്നു കിടന്ന് തോൽവി സമ്മതിക്കുന്നു. ഇവൻ അത് കണ്ട് ഹാപ്പിയായി അവനെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുന്നു. പെട്ടെന്ന് ആ കുട്ടി മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഇവൻ അടുത്തേക്ക് വന്ന് അവനെ നോക്കുന്നു. ഇവൻ എഴുന്നേൽക്കാൻ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ആ കുട്ടി ആക്ട് ചെയ്യുകയാണെന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം ആ കുട്ടി ഇവന്റെ പുറകിലായി ഒരു ഫോക്സ് നിൽക്കുന്നതായി പറയുന്നു. പക്ഷെ ഇവൻ ആ കുട്ടിയെ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവർ ഒരു മൈനിങ് സൈറ്റിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന വലിയ പൈപ്പിലേക്ക് കല്ലെറിയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവിടേക്ക് വലിയൊരു ട്രക്ക് വരുന്നത് കണ്ട് അവർ അവിടെ നിന്ന് മൈനിന്റെ ഉള്ളിലേക്ക് ഓടുന്നു. അവർ അവിടെയുള്ള കുളത്തിനടുത്ത് എത്തുന്നു. എന്നിട്ട് ഇവൻ അവിടെയുള്ള ചെളിയിൽ കളിക്കാൻ തുടങ്ങുന്നു. ആ കുട്ടിക്ക് നേരെ ചെളി വാരി എറിയുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവൻ ചെളിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അവന് കാല് പൊക്കിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കുട്ടിയെ സഹായത്തിനായി വിളിക്കുന്നു. അടുത്തേക്ക് വന്ന് കൈ കൊടുക്കാൻ പോയവൻ പെട്ടെന്ന് കൈമാറ്റുന്നു. എന്നിട്ട് ഇവനെ കളിയാക്കി ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ വളരെയധികം കഷ്ടപ്പെട്ട് ഇവന്റെ സഹായമില്ലാതെ ചെളിയിൽ നിന്ന് പുറത്തു വരുന്നു. അത് കണ്ട് ആ കുട്ടി അവനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു. പക്ഷെ അവൻ ആ കുട്ടിയെ ചെളിയിലേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് തന്നെ കളിയാക്കിയതിന് പ്രതികാരം ചെയ്തതോർത്ത് സന്തോഷിക്കുന്നു. ആ കുട്ടി ചെളിയിൽ സ്റ്റക്ക് ആവുന്നു. മാത്രമല്ല ആ കുട്ടി വളരെ വേഗത്തിൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവനോട് സഹായം ചോദിക്കുമ്പോൾ ആ കുട്ടി തന്നെ പറ്റിക്കുകയാണെന്ന് അവൻ വിചാരിക്കുന്നു. അപ്പോഴേക്കും അവൻ ഇടുപ്പോളം താഴ്ന്നു കഴിഞ്ഞിരുന്നു. അത് കണ്ടവൻ ആ കുട്ടിയെ സഹായിക്കാൻ വരുന്നു. ഒരു നീളമുള്ള വടി അവന്റെ നേരെ നീട്ടുന്നു. പക്ഷെ അവന്റെ കൈ ചെളിയിൽ സ്റ്റക്ക് ആയിരിക്കുന്നു. അവൻ ആ കുട്ടിയെ രക്ഷിക്കാൻ കുറച്ചുകൂടി മുന്നോട്ട് വരുന്നു. പക്ഷെ അവനും ചെളിയിൽ താഴുന്നു. അതുകൊണ്ട് അവൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ പോകുന്നു. അപ്പോഴേക്കും ആ കുട്ടി കഴുത്തോളം ചെളിയിൽ താഴ്ന്നിരുന്നു. അവൻ ഭയങ്കരമായി നിലവിളിക്കുന്നു. ഇവൻ ഒരു ട്രക്ക് കണ്ട് അതിനടുത്തേക്ക് വരുന്നു. എത്രയൊക്കെ വിളിച്ചു നോക്കിയിട്ടും ആരെയും കണ്ടില്ല. അവൻ തിരികെ വന്ന് നോക്കുമ്പോൾ ആ കുട്ടി മുഴുവനായി മുങ്ങിക്കഴിഞ്ഞിരുന്നു. ആ കുട്ടി മരിക്കാൻ താനാണ് കാരണമെന്നോർത്ത് ഇവന് കുറ്റബോധം തോന്നുന്നു. പേടി കാരണം അവൻ ഇക്കാര്യം ആരെയും അറിയിക്കുന്നില്ല. അവൻ അവിടെ നിന്ന് റോഡിലേക്ക് വരുന്നു. അപ്പോൾ അതുവഴി കാറിൽ വന്നൊരു ലേഡി അവന് ലിഫ്റ്റ് കൊടുക്കുന്നു. അവൻ സൈലന്റ് ആയി വിഷമിച്ചിരിക്കുന്നത് കണ്ട ലേഡി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് കാർ എന്തിലോ ഇടിക്കുന്നു. ആ ലേഡി എന്താണെന്ന് നോക്കാൻ പോകുമ്പോൾ ഇവനും പുറത്തേക്ക് നോക്കുമ്പോൾ ഇവൻ ഒരു ഫോക്സിനെ കാണുന്നു. അപ്പോഴാണ് ആ കുട്ടി നേരത്തെ കള്ളം പറഞ്ഞതല്ലെന്ന് അവന് മനസ്സിലാവുന്നത്. ആ കുട്ടിയെ ഒരു കാര്യത്തിലും വിശ്വസിക്കാതിരുന്നതോർത്ത് ഇവൻ കരയാൻ തുടങ്ങുന്നു.